ഹലോ. അപ്പോൾ ഇന്ന് തിരുവോണമായത് കാരണം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ട്ടോ. നേരത്തെ എഴുന്നേറ്റത് കണ്ണൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവൾ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കൂടെ തന്നെ എഴുന്നേറ്റു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ട്ടോ. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വന്നത് കൊണ്ട് പൂവിടുന്ന കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. കാരണം അച്ഛനും അമ്മയും തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. അമ്മ കുറേ പൂവൊക്കെ പറിച്ചെടുത്തു. പിന്നെ അത്ര പൂവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. മഴയായത് കാരണം പൂവൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും വീട്ടിലുള്ള പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചായയൊക്കെ ആയതിന് ശേഷം ഞാനും അവരുടെ കൂടെ കൂടി. നമ്മൾ ഇതുവരെയും പൂവിട്ടുകൊണ്ടിരുന്നത് കളം വരയ്ക്കാതെയാണ് കേട്ടോ. അപ്പോൾ എന്താണോ ആ സമയത്ത് തോന്നുന്നത് അതുപോലെ തന്നെ ഡിസൈന് മനസ്സ് തോന്നുന്ന സമയത്ത് അതുപോലെ ഇട്ടിട്ട് വരികയാണ് ചെയ്യുക. അപ്പം നല്ലൊരു പൂക്കളായിട്ട് മാറും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും കളം വരച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഒരു പൂക്കളെ നല്ല സെറ്റ് ചെയ്ത് അതുപോലെ വരച്ചിട്ടിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ സെറ്റായി. പിന്നെ പൊന്നും അച്ഛനും കൂടെ പോയിട്ട് ബാക്കിയുള്ള പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കളത്തിന് എന്താ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം സാധാരണ അങ്ങനെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കാറില്ല. ഒന്നാമത് നേരം ഉണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊന്നും നേരം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ സാരമില്ല, എന്തായാലും പൂവൊക്കെ നല്ല വൃത്തിയിലിട്ട് കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂവൊക്കെ ഇടാൻ തുടങ്ങി. പണ്ടൊക്കെ പൂ പറിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഞങ്ങൾക്കൊന്നും ഉറക്ക് പോലും ഉണ്ടാവില്ല. പിന്നെ ചെറിയ കൊട്ടയൊക്കെ മടഞ്ഞ് വന്നിട്ട് അമ്മ അങ്ങനെയൊക്കെ ചെയ്തു തരുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും എവിടെയും കണ്ടുവരുന്നില്ല. ഇപ്പം പുറത്തുനിന്ന് പൂ വാങ്ങിക്കുക, എന്നിട്ട് അതുപോലെ അത് ഇടുക, അങ്ങനെ മാത്രമല്ലേ കണ്ടുവരുന്നുള്ളൂ. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ട് മഞ്ഞ് വീഴുന്ന ആ ഒരു സമയത്ത് പോയിട്ട് ഒരു വയലറ്റ് പൂവുണ്ട്, ഒരു കാക്കപ്പൂ പോലത്തെ ഒരു വയലറ്റ് പൂവ്. അപ്പോൾ അത് മഞ്ഞ് വീണ് കഴിയുമ്പോൾ വേഗം ഉതിർത്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അത് കഴിഞ്ഞ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൂവ് ഉതിർത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ പുലരുമ്പം തന്നെ പോകട്ടെ. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ചേർന്നിട്ട്. അങ്ങനെയാണ്, കുറച്ച് ദൂരമുണ്ട്, ചെറിയൊരു മലമുകളിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടാണ് ശരിക്കും പൂവൊക്കെ പറിച്ചെടുക്കുന്നത്. എത്ര ദൂരം വരെ പൂ പറിക്കാൻ വേണ്ടി പോകുന്നറിയോ. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പൂ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് പൂ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അരിപ്പൂവൊക്കെ ഒരുപാടുണ്ടാവും. അരിപ്പൂവിന് വേറെ എന്താ പറയുക, കൊങ്ങിണി എന്ന് പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അരിപ്പൂവൊക്കെ പണ്ട് ചുവന്ന അരിപ്പൂവൊക്കെ കാട്ടിൽ ഒരുപാടുണ്ടാവുമല്ലോ. അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് പണ്ടൊക്കെ പൂവിട്ടിരുന്നത്. പണ്ടൊന്നും പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് പൂ വാങ്ങിക്കുന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം പക്ഷേ കുറേ പൂവൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ മഴയായത് കാരണം പൂവും കുറവാണല്ലോ. അങ്ങനെ പൂക്കളൊക്കെ ഒരുങ്ങി വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം. പിന്നെ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ട്ടോ. അങ്ങനെ പൂവൊക്കെ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിക്കുന്നതിന് മുന്നെയാണ് കേട്ടോ പൂവൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പൊന്നും കണ്ണനും കൂടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മയാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാവർക്കും അമ്മ ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേനും നമ്മുടെ മാവേലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലം വീട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്തിൻ്റെ എന്താ അതിരെന്ന് പറയാം. അങ്ങനെ ആ ഒരു ഇതാണ് എന്ന് വെച്ചാൽ എടപ്പഴശ്ശി ഭാഗത്തും അയ്യല്ലൂരിൻ്റെയും നടുക്കായിട്ടാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നുള്ള മാവേലിയും ഞങ്ങളുടെ വീട്ടിലോട്ട് വരും കേട്ടോ. അങ്ങനെ 2 മാവേലി വന്നിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ഫ്രീക്കൻ മാവേലി, ഒന്ന് സാധാരണ പണ്ടത്തെ മാവേലി. അങ്ങനെ അവരൊക്കെ വന്ന് പോയി. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നിമ്മീൻ്റെ വീട്ടിൽ നിന്ന് കുറേ നേരം അവർ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല, വലിയ തുള്ളലൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പുറത്തുനിന്ന് നന്നായിട്ട് അവർ കളിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ മാവേലിയൊക്കെ വന്ന് പോയതിന് ശേഷം ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുകയായിരുന്നു. പിന്നെ കണ്ണൻ ഒട്ടും നിന്ന് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിടിച്ച് വെച്ചിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അടുക്കളയിലോട്ടായി. പിന്നെ അങ്ങനെ ഞാൻ അവിയലുണ്ടാക്കുമ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ
2 പേരുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേന് സജീവേട്ടൻ പോയിട്ട് ഇലയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഇന്ന് സദ്യ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായല്ലോ സദ്യയൊക്കെ കഴിച്ചിട്ട്. എന്നും എളുപ്പത്തിന് എന്തെങ്കിലും നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഓണത്തിന് മാത്രമാണ് ഒരു സദ്യ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ കണ്ണന് പൊതുവേ ഒരു സന്തോഷം കൂടുതലാണ്. അവൾ ഒറ്റയ്ക്ക് നല്ല വൃത്തിയിൽ കഴിച്ചോളും. അല്ലെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് എന്തെങ്കിലും കഴിക്കുക. പക്ഷേ ഇപ്രാവശ്യം ആൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരുടെയും കൂടെ ആകുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അവരങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ അവൾ പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി അമ്മയും അച്ഛനും കൂടെ കണ്ണൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. പിന്നെ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും മനസ്സിനും ഒരു സന്തോഷം ഉണ്ടായിരുന്നു പൊതുവേ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണൻ്റെ കൂടെ കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ സജീവേട്ടൻ്റെ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ ഓണക്കോടിയൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾക്ക് പുറത്ത് പോകണം എന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ അതൊക്കെ പിന്നെ അങ്ങ് മാറ്റി. പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ചുണ്ടാവുന്ന ആ ഒരു സന്തോഷം പുറത്ത് പോകുമ്പോൾ കിട്ടുമല്ലോ. പിന്നെ ഓണാഘോഷ പരിപാടിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ സമയം കളയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ദിവസം അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സാധാരണ കണ്ണൻ ഉറങ്ങുന്ന സമയത്താണ് എന്നും അവർ പോകാറുള്ളത്. അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അച്ഛനും അമ്മയും പോയി എന്ന് പറയുമ്പോൾ ഒക്കെ എന്നും സങ്കടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ കണ്ണൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും പോകുന്നതൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ച്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണുള്ളത്. അങ്ങനെ കണ്ണനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയും പോകുന്ന യാത്രയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തോട്ട് പോയി. നിമീൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് കണ്ണൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.